എപ്പിസോഡിലേക്ക് വന്നേക്കാം. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ യജ്ഞത്തിലോട്ട് ഇങ്ങനെ കിടക്കാൻ പോവാണ്. ഇന്ന് ഞാൻ കയറാൻ പോകുന്നത് നമ്മുടെ മണക്കാട് നിന്ന് കോവളം പോണ റൂട്ടിൽ, മണക്കാട് നിന്ന് കോവളം പോണ റൂട്ടിൽ നമ്മുടെ SBT കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് പിന്നെ മുട്ടത്തറ സർവീസ് കാരണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നല്ല തലശ്ശേരി വിഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട്, ഗ്രാഹക്. പേരിത്തിരി ഇതാണ്. എന്തായാലും നമുക്ക് ഉള്ളി കേട്ട് ബാക്കി ഫുഡിൻ്റെ വിശേഷമൊക്കെ അറിയാമല്ലേ. ബയോ ഇതാണ് ഷംസീർക്കാണ് എൻ്റെ ഓണർ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. സുഖം തന്നെ. നമ്മൾ എത്ര നാളായി നമ്മുടെ റാഹത്ത് തുടങ്ങിയിട്ട്? 14 വർഷമായി. 14 വർഷമായല്ലേ? 14 വർഷമായിട്ടും ഇവിടെ മാത്രം തന്നെയാണോ? ഇവിടെ എൻ്റെ ബാംഗ്ലൂരുണ്ട്. ബാംഗ്ലൂർ ഉണ്ടല്ലേ? കോറമംഗലിൽ. എവിടെയാ? കോറമംഗലിൽ. അതെ. അപ്പോൾ ഇവിടെ മാത്രമല്ല, ബാംഗ്ലൂരും ഉണ്ട് നമ്മുടെ റാഹത്ത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് തലശ്ശേരി വിഭവങ്ങളെന്ന് കേട്ടിട്ടുണ്ട്. അത് കൂടാണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ശരിക്കും സ്പെഷ്യാലിറ്റി? ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി മീൻസ് ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി, ദം ബിരിയാണിയാണ് ഇവിടുത്തെ ബിരിയാണി. അങ്ങനെ കിട്ടാറില്ല ദം ബിരിയാണി. മെയിൻ ദം ബിരിയാണിയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ദം ബിരിയാണി. അത് കൂടാണ്ട് വേറെ? അത് കൂടാതെ ഇവിടെ പൊറോട്ട ഉണ്ട്, പിന്നെ അപ്പത്തിന്റെ ട്രേ ആണിത്. അപ്പത്തിന്റെ ആണ് അവിടെ നമ്മുടെ അപ്പത്തിന്റെ ഒരു വേറൊരു എന്താ പറയാ, നമ്മള് സാധാരണ വൈകിട്ടാണ് ഇവിടെ ഉണ്ടാക്കാറ്. ഇത് അപ്പം പിടിച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കാനാണ്, ആട്ടലാണ്. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആട്ടാനുള്ളൊരു സാധനം കൂടാണ്. പൊറോട്ട കല്ലാണത്. ഇതിപ്പോ ഞാൻ അപ്പൊ ഇത് ശരിക്കും ഐക്യമായിട്ട് തന്നെ തുടങ്ങിയതാണോ അതോ? ഇത് എന്റെ അച്ഛന്റെ ഷോപ്പാണ്. അച്ഛൻ തുടങ്ങിയാണ്. അച്ഛൻ തുടങ്ങി. അപ്പൊ പാപ്പച്ചിയായിട്ട് തുടങ്ങി. പാപ്പച്ചി തുടങ്ങി പാപ്പച്ചിന്റെ ഇവിടെ ബാംഗ്ലൂർ. പാപ്പച്ചി അവിടെ നോക്കി ഇവിടെ വരും, മാസത്തിലൊരിക്കലും വരും. പിന്നെ ഒരു ബ്രദറും ഉണ്ട് കൂടെ, ഡ്യൂട്ടിക്ക് വരാനാവുന്നത്. ഒരു ബ്രദർ ഉണ്ട്, അവര് കുറച്ച് കഴിഞ്ഞ് വരും. അല്ല, ഇവിടെ തന്നെ ഡ്യൂട്ടിയാണ്. രാത്രി 12 മണിന്റെ കട ഉണ്ട്. പിന്നെ അകത്താണ് നമ്മളെ സ്പെഷ്യാലിറ്റി ഒക്കെ ഉള്ളത്, ഐറ്റംസ് ഒക്കെ ഉള്ളത്. ഫാമിലി റൂം ഉണ്ട്. ഫാമിലി റൂം ഉണ്ട്. മൂന്നാല് ടേബിൾ ഉള്ളൂ, പക്ഷേ അകത്തേക്ക് ഉണ്ട്. മെയിൻ ഇവിടെ പാർസൽ സർവീസ് ആണ് മെയിൻ. ഇവിടെ പാഴ്സലാണ് മെയിൻ. ഒരു 7 മണി മുതൽ 10 മണി വരെ തിരക്കാണ്. നല്ല തിരക്കാണ്. രാത്രിയാണ്. അത് കൂടാണ്ട് നമ്മളിപ്പോ എന്തായാലും ഇപ്പൊ ഇവിടെ പാർസൽ കുറെ പോകുന്നുണ്ട്. എല്ലാം കൂടി പെട്ടെന്ന് കൂടുതലും നമ്മൾ ഹോം ഡെലിവറി ഉണ്ട്, കൊണ്ട് കൊടുക്കും വീട്ടില്. കാരണം ഇപ്പൊ കൂടുതലും ഭക്ഷണങ്ങള് എന്താ പോകുന്നത് നല്ല രാത്രിയാണ്, 12 മണിക്ക് ശേഷം ശരിക്കും ആളുകളൊക്കെ പുറത്താണ് കഴിക്കാറ്. ഫ്രണ്ട്സൊക്കെ ആളുകൾ പുറത്താണ് അധികം ഭക്ഷണം കഴിക്കുന്നത്. അതെ, ശരിക്കും രാത്രി പോയി ബൈക്ക് ഓടിച്ചു പോയി പതുക്കെ. പിന്നെ നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റി ഉള്ള സാധനം കൊണ്ട് ആളുകൾ ഇപ്പോൾ 13 വർഷമായി നമ്മൾ വിശ്വസിച്ചിട്ട് ഇവിടെ കടയിൽ വരുന്ന ആളുകൾ ഒരുപാടുണ്ട്. അത് എന്തായാലും വേണം, കാരണം ഇത്ര 10-13-14 വർഷമായതുകൊണ്ട് ശരിക്കും നല്ല വിശ്വാസം ഉണ്ടാക്കി വെച്ചാൽ മാത്രമല്ല എല്ലാവരും ഇങ്ങോട്ട് വരുള്ളൂ വീണ്ടും. അപ്പൊ എന്തായാലും നമുക്ക് അടുക്കളയോട്ട് പോയി നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മളെ കിച്ചൺ. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബിരിയാണി, മട്ടൻ ചാപ്സ്, ചിക്കൻ ചാപ്സ്, ബീഫ് റോസ്റ്റ് ഉണ്ട്. ഇത് മട്ടൻ ചാപ്സ് ആണ്. മട്ടൻ ചാപ്സ് ആണ്. ഇത് ചിക്കൻ ചാപ്സ് ആണ്. ചിക്കൻ്റെ മസാലയൊക്കെ പ്രത്യേക മസാല ആണ്. ചിക്കൻ ചാപ്സ് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ചിക്കൻ ചാപ്സ് ഇവിടെ മട്ടൻ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തിളച്ച് ഇങ്ങനെ നിൽക്കാണ്. അതെ. പിന്നെ ഇവിടെ ബിരിയാണിയാണ് മെയിൻ സ്പെഷ്യൽ. ബിരിയാണിയാണല്ലേ? നമ്മളെ ചീഫ് കുക്കാണിത്, ഹസൻ ഭായ്. നമസ്കാരം. അതാണ് ഹസനിക്ക. ഇവിടെ 14 വർഷമായല്ലേ? 14 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. പിക്കെന്താ ഇത് മട്ടൻ ബിരിയാണിക്കുള്ള ദമ്മിടാനുള്ളത് മട്ടൺ അല്ലേ? നമ്മുടെ ബിരിയാണിയുടെ ഇതിലാണ് നിൽക്കുന്നത് അല്ലേ? ഇപ്പൊ ഇതിപ്പോ ചിക്കൻ ബിരിയാണി ദമ്മിടാൻ വേണ്ടിട്ട് വെച്ചേക്കുക. ഇപ്പൊ നമുക്ക് ഇങ്ങനെ സ്പെഷ്യാലിറ്റി ആയിട്ട് ഇന്ന് അങ്ങനെ ഒന്നും ഇല്ല. മെയിൻ എല്ലാ സ്പെഷ്യാലിറ്റിയാണ്. മെയിൻ ബിരിയാണിയാണ്. ടെക്നോ പാർക്കിൽ പോലും ആളുകൾ വന്നിട്ട് പെടുന്ന ഭക്ഷണം വാങ്ങി കഴിക്കുന്നുണ്ട്. പിന്നെ സീരിയൽ നടന്മാരെല്ലാം ഇവിടെ വരാറുണ്ട്. മെയിൻ അവരൊക്കെ ഫോൺ ചെയ്ത് ഓർഡർ ചെയ്യാനാണ്. എന്തായാലും ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. വൈകിട്ടാണ് മെയിൻ. അപ്പം ഉണ്ട്,
പൊറോട്ട ചപ്പാത്തി എല്ലാ ഐറ്റംസും ഇടിയപ്പം. അപ്പോൾ സ്റ്റൂ ആണ് മെയിൻ ഇവിടെ. അപ്പോൾ സ്റ്റൂ എന്ത് സ്റ്റൂ? മട്ടൺ സ്റ്റൂ അല്ലേ ഇവിടെ മെയിൻ രാത്രി. പിന്നെ ചെട്ടിനാട് എന്ന് പറഞ്ഞൊരു ഐറ്റംസ് ഉണ്ട്, തേങ്ങ അരച്ച് വെക്കുന്ന കറി. തേങ്ങ അരച്ചിലുള്ള അതെല്ലാ ഐറ്റം തേങ്ങ ചിക്കനും ചെറിയ പീസായിട്ട് അങ്ങനല്ലേ. പിക്കയുടെ സ്പെഷ്യാലിറ്റി ഇതാണോ? ബിരിയാണിയാണോ നമ്മുടെ? വൈകിട്ട് പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടെ പൊരിക്കാം. ഫ്രൈ 65 വലിയ പീസ് ചെറിയ പീസ് ഇവിടെ പൊരിച്ചല്ലേ. അപ്പൊ ഇതിപ്പോ പണിയിലാണ് ഹസനിക്ക ബിരിയാണിയുടെ തിരക്കില് ബാക്കി എല്ലാത്തിനും ഇങ്ങനെ മുഴുകി. ഇവിടെ നമ്മളെ ബിരിയാണി മീൻസ് അടിയിൽ ദം ബിരിയാണിയാണ്. പീസ് അടിയിലിട്ട് റൈസ് മുകളിലിട്ടിട്ട് ആവിയിൽ വേവിക്കാണ്. ഇവിടുത്തെ ഫ്ലേവർ റൈസിലൊക്കെ ശരിക്കും പിടിച്ചങ്ങ് കയറുമല്ലേ. ഉച്ചയ്ക്ക് ഒരു 11 മണിക്ക് തിരക്ക് തുടങ്ങിയാൽ ഒരു 4 മണി വരെ ബിരിയാണിന്റെ തിരക്കാണ് മെയിൻ ഇവിടെ. മെയിൻ ബിരിയാണിയാണ് ഇവിടെ മെയിൻ ദം ബിരിയാണി, തലശ്ശേരി ബിരിയാണിയാണ്. അതെ, ഇത് മട്ടൺ തന്നെ. മട്ടനാണ് ഇത്. മട്ടൻ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചിക്കനാണ്. ചിക്കൻ ബീഫും എല്ലാം ഇവിടെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കലാണ്, അല്ലാതെ ഒരുമിച്ച് ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയില്ല. വേറെ വേറെ ആണ് ബിരിയാണി. ഏതാണെങ്കിലും ബീഫാണെങ്കിലും സാധാരണ ഹോട്ടലിലും ബാക്കിയെല്ലാം പോയി റൈസ് വേറെയും പീസ് ഇവിടെ കൊടുക്കാറില്ല. ഇവിടെ ദമ്മായിട്ട് തന്നെ കൊടുക്കാറാ പതിവ്. ദമ്മായിട്ട് തന്നെ ഉള്ള. അപ്പൊ ഇക്ക നമുക്ക് ഇന്ന് ഹസനിക്കയുടെ സ്പെഷ്യൽ എന്താണെന്ന് നമുക്ക് സ്പെഷ്യൽ ഇന്ന് ബീഫ് ഫ്രൈ ആണ് നമ്മൾ ഡ്രൈ ഫ്രൈ അല്ല, ബീഫ് ഡ്രൈ ഫ്രൈ ആണ് നമുക്ക് ഇന്ന് സ്പെഷ്യൽ ഹസനിക്കയുടെ സ്പെഷ്യൽ. ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ ആണിത്. തിരുവനന്തപുരം സ്പെഷ്യൽ തന്നെ പറയാം. ബീഫ് ഫ്രൈ ഇവിടെ കിട്ടാറില്ല, വേറെ എവിടെയും കിട്ടാറില്ല. ബീഫ് ഫ്രൈ മലബാർ ഏരിയയിലുള്ളൂ, കോഴിക്കോട് അങ്ങോട്ടേക്ക് ഉള്ളൂ ഡ്രൈ ബീഫ്. ഇവിടെ പിന്നെ ബീഫ് ഒലത്തിയതിനാണ് ഫ്രൈ 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 പറയുന്നത്. ശരിക്കും എന്തുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് തലശ്ശേരിയും ബാക്കി അവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ? ആളുകൾക്ക് ഒരു വെറൈറ്റി വേണമല്ലോ. എപ്പോഴും ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് പലപ്പോഴും പലയിടത്തും ഇങ്ങനെ എന്താ പറയാ, നമ്മള് തലശ്ശേരി മറ്റേന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് തന്നെ ആൾക്കാർ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോലെ നമ്മൾ ആഗ്രഹിക്കില്ല നല്ല ഫുഡ് കഴിക്കണം. അങ്ങനെ തുടങ്ങിയതാണ് ഈ പ്രാരംഭം. കുഴപ്പമില്ല, മുന്നോട്ട് പോകുന്നുണ്ട്. ആണല്ലേ. എന്തായാലും ഇതൊന്ന് മൊത്തം സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് നമ്മുടെ BDF-ലേക്ക് കയറാം. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ, ഇതൊക്കെ വെയിറ്റ് ചെയ്യാം.